ടാറ്റ GI ഷീറ്റ് കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത സ്റ്റീൽ വിൻഡോസിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ഈ ഒരു വീട് നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ്. നമ്മൾ സ്റ്റീൽ വിൻഡോസ് എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാൻ ഏറ്റവും നല്ലത് നമുക്ക് പടവിൻ്റെ കൂടെയാണ്. നമ്മളെ വീട് ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം പടവിൻ്റെ കൂടെയാണ്. ഇത്തരത്തിലൊരു പിന്തലായിട്ട് ബോട്ടത്തിലും ടോപ്പിലും, താഴെ രണ്ട് സൈഡിലും ടോപ്പിൽ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ ഒരു പിന്തലായിട്ടുള്ള ഒരു സപ്പോർട്ട് എക്സ്ട്രാ നമ്മൾ ഈ ഒരു വിൻഡോസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീടിൻ്റെ പ്ലാസ്റ്ററിങ് വർക്ക് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ടും കൂടെ നൽകിക്കൊണ്ട് ഈ ഒരു വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം. ഇവിടെ ഉള്ള പ്രോബ്ലം, മുകളിൽ കണ്ടില്ലേ സൺസൈഡ് നിൽക്കുന്നത്, ഈ സൺസൈഡ് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇനി നമുക്ക് വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഏറ്റവും ബെസ്റ്റ് സ്റ്റീൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ തേപ്പിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പടവിൻ്റെ കൂടെ, നമ്മൾ വീട് പടവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചെയ്യാന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ വിൻഡോ ബോട്ടം അടിപ്പടിയിൽ, അതായത് ജനലിൻ്റെ താഴെ വശത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സിമെൻറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞ്, ക്യൂറിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഏറ്റവും നല്ലതൊരു 48 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളിത് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇന്നലെ ചെയ്തു, ഏകദേശം നമുക്കൊരു 30ഓളം ഹവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ്, ക്യൂറിങ്ങും കാര്യങ്ങൾ ഈ ക്ലൈമറ്റിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, താഴെ വശം മാത്രമേ നിറക്കാവുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് നിറക്കരുത്. 3 സൈഡിലും 4 സൈഡിലൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിന്തലാണ് സാധാരണ നമ്മൾ വെക്കാറുള്ളത്. അത് പടവിൻ്റെ കൂടെ വെക്കാൻ ഈസി ആയിരിക്കും. പക്ഷേ ഇവിടെ ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തത്. അത് ഇൻസ്റ്റാളേഷനിൽ കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ നമ്മളെ വർക്കേഴ്സ് ഇവിടെ കട്ട് ചെയ്യുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മളിത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ്, പടവും കഴിഞ്ഞ്, തേപ്പും എല്ലാം കഴിഞ്ഞ് ഫിനിഷിങ് സ്റ്റേജിലോട്ട് കിടക്കേണ്ട ഈ ഒരു വീട്ടിൽ വിൻഡോ വെക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ വാൾ സൈഡ് നമ്മൾ പൊളിക്കണം എന്നുള്ളത്. 4 സൈഡും പൊളിക്കണം. ഇപ്പോൾ മാത്രമല്ല, ഈ ഒരു വശം കണ്ടോ, ഈ ഒരു ലിൻഡൽ ഹൈറ്റിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഈ ഒരു സൺസൈഡ്, ആ ഭാഗത്തൊക്കെ ടോപ്പിൽ സിമെൻറ്റ് ഫില്ല് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സൈഡിൽ നമുക്ക് ചുമര് കട്ട് ചെയ്താൽ സൈഡിൽ സിമെൻറ്റ് ഫില്ല് ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ നമുക്കിവിടെ വരുന്ന വിൻഡോസ്, കിച്ചൺ സൈഡിൽ ഈ 2 വിൻഡോസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ താഴെ ഈ വീടിൻ്റെ 2 ബെഡ്റൂമാണ് താഴെ ഉള്ളത്. അതിന് ഈ സൈഡിൽ ഇങ്ങനെ ഒരു വിൻഡോ, 3 ഷട്ടർ വിൻഡോ ആണ് വരുന്നത്. ഇവിടെയുള്ള വിൻഡോസൊക്കെ പ്രത്യേകതയൊക്കെ അൺസൈസ് ആണ് കേട്ടോ, സ്റ്റാൻഡേർഡ് സൈസിലുള്ളതല്ല. കസ്റ്റമൈസ്ഡ് ആയിട്ട് നല്ല ഹൈറ്റ് കൊടുത്തിട്ടുള്ള രീതിയിൽ, അകത്തോട്ട് നല്ല ലൈറ്റ് കിട്ടേണ്ട രീതിയിൽ ചെയ്തെടുത്ത വിൻഡോ ആണ്. ഇവിടെ ഒരു വെന്റിലേഷൻ വിൻഡോ ഉണ്ട്. ഇത് മെയിൻ ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമാണ്. അതിനുശേഷം പിന്നെ മുകളിലാണ് നമുക്ക് ബാക്കിയുള്ള വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സ്റ്റെയർ കയറിയതിന് ശേഷം സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ നമുക്കൊരു വിൻഡോ ഏരിയ വരുന്നുണ്ട്. ഈ വിൻഡോസിൻ്റെ ഒക്കെ മുകളിൽ കണ്ടില്ലേ നിങ്ങൾ, അവിടെയൊക്കെ ഈ ഒരു സൺസൈഡ് വരുന്നതുകൊണ്ടേ അവിടെയൊക്കെ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, ഈ വീട്ടിൽ ടൈൽ വർക്കും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, വിൻഡോ വർക്ക് എപ്പോഴും ചെയ്യാൻ ഉത്തമം പടവിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന് തൊട്ട് മുമ്പാണ്. പ്ലാസ്റ്ററിങ് കൂടെ കഴിഞ്ഞ ഇത്തരത്തിലുള്ള വീട് നമുക്ക് വെക്കാൻ നല്ല കുറച്ച് റിസ്കി ആണ്, കുറച്ച് പണി കൂടുതലാണ്. മാത്രമല്ല, രണ്ടാമത് റീപ്ലാസ്റ്ററിങ് കൂടി വരും. ഈ ഭാഗത്തൊരു ഓപ്പൺ ടൈപ്പ് വിൻഡോ ആണ് കേട്ടോ, പുറത്തോട്ട് ഡോറ് തുറന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിൻഡോ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ, ഈ വീഡിയോ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ അടുത്തൊരു വീഡിയോ കംപ്ലീറ്റ് ഇതിൻ്റെ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള വീഡിയോയും കൂടി കാണിക്കും. പിന്നെ ഇവിടെ ഈ മുകളിൽ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്, താഴെ 2 ബെഡ്റൂം. ഈ ഭാഗത്തും ഒരു വിൻഡോ ഉണ്ട്. ഈ ഭാഗത്തെ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് കണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ, ടെറസിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിൻഡോ ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് ഈ വിൻഡോൻ്റെ ഇൻസ്റ്റാളേഷൻ കറക്റ്റ് കാണിക്കാം. ഇപ്പോൾ 4 സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് റിസ്ക് ആണ്, കാരണം ഇത് നമ്മൾ പടവിൻ്റെ കൂടെ വെച്ച് പോവുകയാണെങ്കിൽ ഈ ഒരു വർക്ക് റീവർക്കാണ്, ഇത് അഡീഷണൽ ഇതിൽ ചിലവ് വരും. പക്ഷേ ഈ ഒരു വീട്ടിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇവിടെ UPVC വിൻഡോ, സ്ലൈഡിങ് വിൻഡോയും ഗ്രില്ലും ഒക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വീടായിരുന്നു. ലാസ്റ്റ് നിമിഷത്തിൽ ക്ലയൻറ്റ് പിന്നെ സ്റ്റീൽ വിൻഡോസിലോട്ട് മാറുമായിരുന്നു. കാരണം നമുക്ക് സ്റ്റീൽ വിൻഡോസ് എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവാണ്, കാണാനുള്ള ഭംഗിയും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും സ്റ്റീൽ വിൻഡോ നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ.
ഇവിടെ UPVC ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നല്ല കോസ്റ്റിലോട്ട് പോകും. അതിൻ്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല പൈസ ആയിട്ട് വരും. ഇപ്പോൾ നമ്മളിത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 4 സൈഡിലും എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു സപ്പോർട്ട് വെച്ചത് എന്നുള്ളത്. 4 സൈഡിലും ഈ ഒരു സപ്പോർട്ട് കൊടുത്തത് ആ സൈഡിലോട്ട് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സിമെൻറ്റും എംസാൻഡും നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമുക്കിതിൽ മെറ്റൽ വേണ്ട കേട്ടോ. മെറ്റൽ ചില ആളുകൾ മെറ്റൽ ഇടണം എന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്കിതിൻ്റെ പർപ്പസ് ശരിക്കും എന്താ, ഇതിൽ മെയിനായിട്ട് അതിൽ സെറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവരുത് എന്നുള്ളതാണ്. അപ്പോൾ താഴെ വശം നമ്മൾ ഓൾറെഡി ഒരു ദിവസം മുമ്പ് നിറച്ച് വെക്കണമെന്ന് നമ്മൾ പറഞ്ഞു. മുകൾ വശം ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ സൈഡിൽ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കണ്ടോ, നിങ്ങൾ ശരിക്കും കാണിച്ചു തരാം. മുകളിൽ ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കറക്റ്റ് മുകളിൽ ഫില്ല് ചെയ്ത് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം മുകളിലത് ചെയ്യാൻ. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അതിനുശേഷം നമ്മൾ മെല്ലെ വിൻഡോ കറക്റ്റ് ലെവലിൽ ഇതുപോലെ ഒരേ ലെവലിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വിൻഡോ അങ്ങനെ കയറിക്കോളും. പിന്നെ ഇത്തരത്തിലുള്ള വിൻഡോസ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലല്ല ചെയ്യുക. ഒരു മിനിമം 1 സെൻറ്റിമീറ്ററോളം കമ്മിയാക്കിയിട്ടാണ് ചെയ്യുക. അപ്പോഴാണ് ഇത് കറക്റ്റ് സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നത്, താഴെ കുറച്ചധികം താഴെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് മുകളിൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് കാണാമല്ലോ. മുകളിൽ ഏകദേശം ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. താഴെ കട്ട് ചെയ്തുകൊണ്ട് ജനൽ താഴോട്ട് ഇറങ്ങിയതാണ്. അത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുകളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, സിമെൻറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ കാണിച്ചു താഴ്ഭാഗം നമ്മൾ ഓൾറെഡി തലേദിവസം ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ, നല്ല ക്യൂറിങ് ആയിട്ടുണ്ട്. പക്ഷേ മുകളിലും 2 സൈഡിലും മുകളിലും വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഒരിക്കലും എടുത്തു വെക്കാൻ കഴിയില്ല, അത്രയും വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് മുകളും 2 സൈഡും നിങ്ങൾ പിന്നീട് ചെയ്താൽ മതി. അപ്പോൾ മുകൾ വശം ഇപ്പോൾ കറക്റ്റ് റീഫില്ല് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഈ 2 സൈഡ് മാത്രമാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇത് ശരിക്കും പടവിൻ്റെ കൂട്ടത്തിലാണ്. നമുക്ക് താഴെ ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം മുകൾ പടവിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരത്തിൽ വർക്ക് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ മുകളിൽ ഇതുള്ളത് കൊണ്ട് കുറച്ച് റിസ്ക്കാണ്. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു ഭാഗം കുറച്ചൊരു 4 ഇഞ്ചോളം താഴോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് മുകളിലൊരു ഗ്യാപ്പ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വിൻഡോസിൻ്റെ ഈ ഗ്യാപ്പ് കണ്ടില്ലേ, മുകളിൽ നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് മുകളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫില്ലായിട്ടില്ലെങ്കിൽ കറക്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പിന്നെ നമ്മൾ സൈഡിലൂടെ 2 സൈഡിലൂടെയാണ് പിന്നെ 2 സൈഡിലും ചെറിയ രീതിയിൽ പൊട്ടിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ചുമര് ചെറിയ രീതിയിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് സൈഡത്തത് ഫില്ല് ചെയ്യുക. മുകളിലൂടെയും ഈ ഒരു ഗ്യാപ്പിലൂടെ ഫില്ല് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, കറക്റ്റ് ലെവലാക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വിൻഡോ സെറ്റ് ചെയ്യാൻ സ്പിരിറ്റ് ലെവലും കാര്യങ്ങളും ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ ഇവിടെ നമ്മൾ വുഡ് കൊണ്ട് അടിച്ചിട്ടാണ് പിന്നീട് സ്റ്റീൽ വിൻഡോ മേലൊക്കെ പൊക്കിയിട്ടുള്ളത് കേട്ടോ. താഴെ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മുകളിലോട്ട് പൊക്കാൻ വേണ്ടിയിട്ട് വുഡ് വെച്ച് അടിച്ചിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ സ്പോട്ടിൽ നിങ്ങൾ ക്ലീനിങ് ചെയ്യണം കേട്ടോ. സിമെൻ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പടവിൻ്റെ കൂടെ വെക്കുന്നതാണെങ്കിലും ഏത് സ്റ്റേജിൽ വെക്കുകയാണെങ്കിലും നിങ്ങളതിൽ സിമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കളയണം. അല്ലെങ്കിൽ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ എപ്പോക്സി പ്രൈമർ, നമ്മളിതിൽ സിങ്ക് കോട്ടിംഗ് പ്രൈമർ ഉപയോഗിച്ചിട്ടുണ്ട് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമെൻറ്റ് പിടിച്ചിട്ട് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രൈമറും കൂടെ നഷ്ടപ്പെടും. അപ്പോൾ ഇത് സ്പിരിറ്റ് ലെവൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പിരിറ്റ് ലെവൽ ഓക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ കറക്റ്റ് ടൈറ്റ് ചെയ്യുവാണ്. വിൻഡോ കറക്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മുകളിലും താഴെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 സൈഡും കൂടി നമുക്ക് സിമെൻറ്റ് ഫില്ല് ചെയ്യാനുണ്ട്. 2 സൈഡിൽ സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ ഈ സെൻറ്ററിൽ കൊടുത്ത ഈ ഒരു ഗ്യാപ്പിലൂടെ, ആ ഒരു ഗ്യാപ്പിലൂടെയും മുകളിലത്തെ ഗ്യാപ്പിലൂടെയാണ് സൈഡിലോട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഏകദേശം നമുക്ക് കറക്റ്റ് ആ ലെവൽ കിട്ടിയിട്ടുണ്ട്. വിൻഡോ ഔട്ടർ സൈസിൽ കറക്റ്റ് ലെവലാണ് കേട്ടോ. ഫ്രണ്ട് വിൻഡോ ആണിത്. ലിവിങ് സൈഡത്തെ വിൻഡോ ആണ്. 4 ഷട്ടർ വിൻഡോ ആണത്. 4 കള്ളി വിൻഡോ ആണ്. ബാക്കിയുള്ളത് 3 കള്ളി ഒക്കെ വിൻഡോസാണ്. പിന്നെ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ല, ഒരു 1/2 ഇഞ്ചോളം നമ്മൾ ഷീറ്റ് അകത്തോട്ട് മടക്കിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പടവിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന് തേപ്പിന് മുമ്പായിട്ട് നിങ്ങൾ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ മടക്കി വെച്ച പുറത്തോട്ട് നിൽക്കുന്ന ഭാഗം, ഈ മടക്കി വെച്ച ഭാഗം ഉണ്ടല്ലോ, അതെപ്പോഴും പുറത്തോട്ട് ചെയ്യണം. ഇത് തേപ്പിന് മുമ്പാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തേപ്പ് കഴിയുമ്പോൾ ഇതിൻ്റെ ലെവൽ കിട്ടും. പക്ഷേ ഇവിടെ തേപ്പ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കറക്റ്റ് ലെവലിൽ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. 2 സൈഡ് മാത്രം സിമെൻ്റ് ഇട്ട് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ സെറ്റാണ് കേട്ടോ കാര്യങ്ങളൊക്കെ.
ഇനി നമുക്ക് ആ ഒരു ഇത് കാണാം. ഇത് ഇനി 4 സൈഡ് മുകളിലും താഴെ ഇട്ടു, 2 സൈഡിലും കൂടി സിമെൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് കറക്റ്റ് ഫില്ലായിരിക്കും. ഈ ഭാഗത്തോട്ട് ഫില്ലാവും. കറക്റ്റാണ്. ഇതിൻ്റെ ഷട്ടേഴ്സൊക്കെ നമ്മൾ ഇതിൽ തന്നെ ചെയ്തതാണ്. ടാറ്റ GI ഷീറ്റിൽ തന്നെ ചെയ്തെടുത്ത ഷട്ടേഴ്സാണ്. മാത്രമല്ല അതിൽ ഗ്ലാസ് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി ഗ്ലാസ് ഇടാനും നല്ല ഈസി ആയിരിക്കും. ഇവിടെ ഒരു GIൻ്റെ ഷീറ്റ് കൊണ്ട് തന്നെ മടക്കിയിട്ട് നമ്മൾ ഒരു ബീഡിങ് വെച്ചിട്ടുണ്ട്. അത് സ്ക്രൂ അയച്ചെടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള സിലിക്കോൺ അടിച്ച് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കറക്റ്റ് വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വിൻഡോസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ